ഡിവിഷനിൽ പുല്ലഴിയിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കീർത്തന സുരേഷാണ്. ഈ കീർത്തന സുരേഷിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ജെൻസി സ്ഥാനാർത്ഥി കൂടിയാണ്. എങ്ങനെയാണ് രാഷ്ട്രീയത്തിലോട്ട്? കേവലം ഒരു രാഷ്ട്രീയം പറയാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയത്തിലുപരി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരിലൊപ്പം, അവരിലൊരാളായി, കൂടപ്പിറപ്പായി, മകളായി എല്ലാവരോടൊപ്പം ഉണ്ടാകാനാണ് ഞാൻ കൂടുതലായും ആഗ്രഹിക്കുന്നത്. കുറച്ചും കൂടെ യുവത്വത്തെ ഒന്ന് പരിഗണിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും ഞാൻ ശ്രമിക്കും. പ്രചരണ രംഗത്ത് എങ്ങനെയാണ് ഇപ്പൊ സജീവമായി പ്രവർത്തിക്കുകയാണോ? എവിടം വരെയായി പ്രചരണം? 1ാം ഘട്ടം പൂർത്തിയായി, 2ാം ഘട്ടം പകുതി ആവാറായി. അപ്പം തന്നെ എനിക്ക് എൻ്റെ ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നു, അവരതിനായി റെഡി ആയി കഴിഞ്ഞു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വളരെ നല്ല സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് യുവത്വമായാലും എല്ലാവരായാലും, വയസ്സായവരായാലും, അമ്മമാരായാലും, അച്ഛൻ, എല്ലാവരും നല്ല കൂടെയാണ് എൻ്റെ നിൽക്കുന്നത്. അത് എനിക്ക് വിജയം തരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നാടിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെയും സുരേഷ് ഗോപി സാറിൻ്റെയും മോദിജിയുടെയും എല്ലാ കുറേ സ്വപ്ന വികസനങ്ങളുണ്ട്. അതെല്ലാം എൻ്റെ നാട്ടുകാരിലേക്ക് ഞാൻ വഴിയെത്തുന്നതിൽ, അത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടുകാർക്കാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. നാടിന്റെ നന്മയ്ക്കായി വികസനത്തിന്റെ കരുത്തുമായി പുല്ലഴിയിൽ 3 മുന്നണികളും പോരാടുകയാണ്. ഇതിൽ ആര് ജയിക്കുമെന്ന് കാത്തിരുന്നു കാണാം.